ഹായ്, വെൽക്കം ടു മാസ്റ്റർ ഡയറക്ടർ ഷോ. സിനിമ എന്ന ആധുനിക കലാരൂപത്തിന് മജ്ജയും മാംസവും നൽകി ഇതിഹാസ തുല്യരായി മാറിയ ലോകമെമ്പാടുമുള്ള സിനിമാ സംവിധായകരെ കുറിച്ചും അവരുടെ സൃഷ്ടികളെ കുറിച്ചും സർഗാത്മകതകളെ കുറിച്ചും അവലോകനം ചെയ്യുന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മാസ്റ്റർ ഡയറക്ടർ ഷോ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വിശ്വവിഖ്യാത ചലച്ചിത്രകാരനായ ചാർലി ചാപ്ലിനെ കുറിച്ചാണ്. അദ്ദേഹം ജനിച്ചത് 1889 ഏപ്രിൽ 16 ലണ്ടനിലാണ്. വളരെ ദാരിദ്ര്യത്തിലും ദുരിതങ്ങളിലും നിറഞ്ഞ ബാല്യമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു ഗായകനും നടനുമായിരുന്നു. പക്ഷെ മദ്യാസക്തി കാരണം കുടുംബത്തിൽ നിന്ന് അകന്നു. അമ്മ ഹന്ന ചാപ്ലിൻ ഒരു സ്റ്റേജ് ഗായികയായിരുന്നു. പക്ഷെ പിന്നീട് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ചാണ് ജീവിതം അവസാനിപ്പിച്ചത്. ചാപ്ലിനും സഹോദരനും പലപ്പോഴും അനാഥാലയങ്ങളിലും സർക്കാർ അഭയ കേന്ദ്രങ്ങളിലുമാണ് കഴിഞ്ഞത്. ബാല്യത്തിൽ തന്നെ ദാരിദ്ര്യം, വിശപ്പ്, തെരുവു ജീവിതം എന്നിവ അനുഭവിച്ചറിഞ്ഞതാണ് പിന്നീട് അദ്ദേഹത്തിന്റെ സിനിമകളിൽ ദുഃഖവും തമാശയും ഒരുമിച്ച് വരാൻ കാരണം. കൗമാരത്തിൽ അദ്ദേഹം സ്റ്റേജ് നാടക സംഘങ്ങളിൽ ചേർന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ മൈം, കോമഡി, ശരീരഭാഷ എന്നിവയിൽ അസാധാരണമായ കഴിവ് പ്രകടിപ്പിച്ചിരുന്നു. പിന്നീട് പ്രശസ്ത ബ്രിട്ടീഷ് നാടക സംഘമായ ഫ്രെഡ് കാർണോ ട്രൂപ്പിൽ ചേർന്നു. ഈ സംഘത്തോടൊപ്പം അദ്ദേഹം അമേരിക്കയിൽ ടൂർ പോയപ്പോഴാണ് സിനിമാ ലോകത്തിന്റെ ശ്രദ്ധ അദ്ദേഹത്തിലേക്ക് തിരിഞ്ഞത്. 1914 അദ്ദേഹം ആദ്യമായി സിനിമയിൽ അഭിനയിച്ചു. തുടക്കത്തിൽ ചെറിയ കോമഡി ഷോർട്ട് ഫിലിമുകളിലായിരുന്നു അഭിനയിച്ചത്. അതേ വർഷം തന്നെ ദ ട്രാംപ് എന്ന കഥാപാത്രം ജനിച്ചു. പിന്നീട് അത് ലോക സിനിമയുടെ പ്രതീകമായി മാറി. സംവിധായകൻ എന്ന നിലയിൽ ചാപ്ലിൻ വളരെ വേഗം വളർന്നു. സ്വന്തം സിനിമകളിൽ പൂർണ്ണ നിയന്ത്രണം വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതിനാൽ കഥ, സംവിധാനം, അഭിനയം, സംഗീതം എല്ലാം അദ്ദേഹം തന്നെ കൈകാര്യം ചെയ്തു. അദ്ദേഹം ഏകദേശം 80-ലേറെ സിനിമകളിൽ അഭിനയിക്കുകയും 70ഓളം സിനിമകൾ സംവിധാനം ചെയ്യുകയും ചെയ്തു. കൂടുതലും മൗന ചിത്രങ്ങളായിരുന്നു. പിന്നീട് ശബ്ദ സിനിമ വന്ന ശേഷവും അദ്ദേഹം തന്റെ വ്യത്യസ്ത ശൈലി തുടരുകയായിരുന്നു. ചാപ്ലിൻ സംവിധാനം ചെയ്ത ആദ്യ ചിത്രമായി പൊതുവെ കണക്കാക്കുന്നത് കോട്ട് ഇൻ ദ റെയിൻ ആണ്. ഇത് 1914 പുറത്തിറങ്ങിയത്. ആ സമയത്ത് ചാപ്ലിൻ അമേരിക്കയിലെ കീസ്റ്റോൺ സ്റ്റുഡിയോ എന്ന സ്റ്റുഡിയോയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. തുടക്കത്തിൽ അദ്ദേഹം അഭിനയിക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷെ മറ്റു സംവിധായകർ തന്റെ കോമഡി ആശയങ്ങൾ ശരിയായി ഉപയോഗിക്കുന്നില്ലെന്ന് തോന്നിയതോടെ അദ്ദേഹം തന്നെ സംവിധാനം ചെയ്യാൻ അനുമതി ചോദിച്ച് ചെയ്യുകയായിരുന്നു. കോട്ട് ഇൻ ദ റെയിൻ ഒരു ചെറിയ സൈലന്റ് കോമഡി ചിത്രമായിരുന്നു. അതിൽ ചാപ്ലിൻ അഭിനയിക്കുകയും സംവിധാനം നിർവഹിക്കുകയും ചെയ്തു. ചിത്രം പുറത്തിറങ്ങിയപ്പോൾ മികച്ച പ്രതികരണം ലഭിച്ചു. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ശരീരഭാഷയും ടൈമിങ്ങും വലിയ ശ്രദ്ധ നേടി. ഈ വിജയത്തിന് ശേഷം സ്റ്റുഡിയോ ചാപ്ലിന് കൂടുതൽ സ്വാതന്ത്ര്യം നൽകി. അതിനുശേഷമാണ് ട്രാംപ് കഥാപാത്രം പൂർണ്ണ രൂപത്തിൽ വളർന്നത്. പിന്നീട് ലോക സിനിമയുടെ ചരിത്രം തന്നെ മാറ്റിയത്. ചെറിയ സൈലന്റ് കോമഡി ചിത്രമാണ്. കഥ വളരെ ലളിതമാണെങ്കിലും പിന്നീട് ചാർലി ചാപ്ലിന്റെ പ്രശസ്ത ശൈലിയുടെ തുടക്കം അതിൽ കാണാം. ചാപ്ലിൻ ഒരു മദ്യപാനിയായ മനുഷ്യനായി ചിത്രത്തിൽ വരുന്നു. ഒരു പാർക്കിൽ അലഞ്ഞു തിരിയുന്നതിനിടെ ഒരു സ്ത്രീയുമായി പരിചയപ്പെടുന്നു. പിന്നീട് അവളെ പിന്തുടർന്ന് അവൾ താമസിക്കുന്ന ഹോട്ടലിലെത്തുന്നു. അതിനിടെ പല തെറ്റിദ്ധാരണകളും കലാപരിപാടി പോലുള്ള തമാശകളും നടക്കുന്നു. ഹോട്ടലിൽ ആളുകൾ തമ്മിൽ ഏറ്റുമുട്ടലുകളും വാതിൽ തുറക്കലും അടയ്ക്കലും വീഴ്ചകളും ഓട്ടപ്പാച്ചിലുകളും രാഷ്ട്രീയമായി നിറഞ്ഞ സ്ലാപ്സ്റ്റിക് കോമഡിയാണ് ചിത്രത്തിന്റെ മുഖ്യ ഭാഗം. അവസാനം എല്ലാം കലാപമായി മാറുകയും ചാപ്ലിന്റെ കഥാപാത്രം മഴയിൽ കുടുങ്ങുകയും ചെയ്യുന്നു. അതിനാലാണ് ചിത്രത്തിന്റെ പേര് കോട്ട് ഇൻ ദ റെയിൻ എന്ന് വന്നത്. ഇന്നത്തെ നിലവാരത്തിൽ കഥ വളരെ സാധാരണമെന്ന് തോന്നാം. പക്ഷെ 1914 ചാപ്ലിന്റെ ശരീരഭാഷ, കോമഡി ടൈമിംഗ്, മുഖഭാവങ്ങൾ എന്നിവ പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിയിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ പ്രശസ്ത ട്രാംപ് കഥാപാത്രത്തിനും കോമഡി ശൈലിക്കും അടിത്തറയായ പരീക്ഷണങ്ങൾ ഈ ചിത്രത്തിൽ കാണാം. ഇതേ ശൈലിയിൽ തന്നെ നിശബ്ദ സിനിമകളായ ദ കിഡ്, സിറ്റി ലൈറ്റ്സ്, മോഡേൺ ടൈംസ് തുടങ്ങിയവ സംവിധാനം ചെയ്ത് പുറത്തിറക്കിയെങ്കിലും ചാർലി ചാപ്ലിന്റെ ആദ്യത്തെ സംസാരിക്കുന്ന സിനിമ ഇറങ്ങുന്നത് 1940 ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ. ഇത് ചാർലി ചാപ്ലിൻ സംവിധാനം ചെയ്ത അദ്ദേഹത്തിന്റെ ഏറ്റവും രാഷ്ട്രീയപരമായ സിനിമകളിൽ ഒന്നുമാണ്. രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്നതിനിടെയായിരുന്നു ചിത്രം പുറത്തിറങ്ങിയത്. അന്നത്തെ സാഹചര്യത്തിൽ അഡോൾഫ് ഹിറ്റ്ലറിനെ തുറന്നു പറഞ്ഞ് പരിഹസിക്കുന്നത് വലിയ ധൈര്യമായിരുന്നു. പിന്നീട് ഈ ചിത്രം ലോക സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആന്റി ഫാസിസ്റ്റ് സിനിമകളിൽ ഒന്നായി വിലയിരുത്തപ്പെട്ടു. യുദ്ധത്തിന്റെ പുക നിറഞ്ഞ ഒരു രാജ്യത്ത് രണ്ട് ഒരേ മുഖസാദൃശ്യമുള്ള വ്യക്തികൾ ജീവിച്ചിരുന്നു. ഒരാൾ ചെറിയൊരു ജൂത ബാർബർ, മറ്റേയാൾ ഹിങ്കൽ എന്ന ഏകാധിപതി. ജൂത ബാർബർ സത്യസന്ധനും ഭയമുള്ളവനും സാധാരണ മനുഷ്യനുമായിരുന്നു. യുദ്ധത്തിൽ പരിക്കേറ്റ് വർഷങ്ങൾക്ക് ശേഷം നാട്ടിലെത്തുമ്പോൾ രാജ്യം മാറിയിരുന്നു. എല്ലായിടത്തും സൈനികർ, വെറുപ്പ്, ഏകാധിപതിയുടെ ചിത്രങ്ങൾ.
മറ്റേയാൾ രാജ്യം ഭരിക്കുന്ന ക്രൂരനായ ഏകാധിപതി ഹിങ്കൽ. ലോകം കീഴടക്കണമെന്ന് സ്വപ്നം കാണുന്ന അദ്ദേഹം വേദികളിൽ നിന്ന് നിലവിളിക്കുന്നു. ജനങ്ങൾ ഭയന്ന് കൈയടിക്കുന്നു. ബാബർ തന്റെ ചെറിയ കടയിൽ ജീവിക്കാൻ ശ്രമിക്കുന്നു. അയാളുടെ ചുറ്റുമുള്ള ജൂതന്മാർ പീഡിപ്പിക്കപ്പെടുന്നു. എന്നാൽ അയാൾക്ക് സമീപത്ത് താമസിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടിയുമായി സൗഹൃദമുണ്ടാവുന്നു. സാധാരണ ജീവിതത്തിന്റെ ചെറിയ സന്തോഷങ്ങൾക്കിടയിൽ ഭയവും വളരുന്നു. അതേസമയം ഹിങ്കൽ അധികാരത്തിന്റെ ലഹരിയിൽ ലോകം മുഴുവൻ കീഴടക്കാനുള്ള പദ്ധതികൾ ഒരുക്കുന്നു. ഒരു ദിവസം വലിയൊരു ഗ്ലോബ് ബലൂൺ കയ്യിൽ പിടിച്ച് കുട്ടിയെ പോലെ നൃത്തം ചെയ്യുന്നു. ലോകം മുഴുവൻ തന്റെ കളിപ്പാട്ടമാണെന്നാണ് അയാൾ കരുതിയിരിക്കുന്നത്. പക്ഷെ അധികാരത്തിന്റെ ആ കളി നീണ്ടു നിൽക്കുന്നില്ല. ഒരേ മുഖസാദൃശ്യം കാരണം ഒരു തെറ്റിദ്ധാരണയിൽ ബാബറെ ആളുകൾ ഏകാധിപതി എന്ന് കരുതുന്നു. ഒടുവിൽ ആയിരക്കണക്കിന് ജനങ്ങളുടെ മുന്നിൽ സംസാരിക്കേണ്ട ഒരു അവസ്ഥ അവന് വന്നു ചേരുന്നു. എല്ലാവരും യുദ്ധവിളി പ്രതീക്ഷിച്ചപ്പോൾ ആ സാധാരണ മനുഷ്യൻ മൃദുവായി സംസാരിക്കാൻ തുടങ്ങുന്നു. മനുഷ്യർ പരസ്പരം വെറുക്കാനല്ല ജനിച്ചത്. ലോകത്ത് എല്ലാവർക്കും അവരുടേതായ സ്ഥലമുണ്ട്. അത് ഏകാധിപതിയുടെ പ്രസംഗമല്ലായിരുന്നു, മനുഷ്യരാശിക്കായുള്ള ഒരു നിലവിളിയായിരുന്നു. ജനക്കൂട്ടം നിശബ്ദമായി കേട്ടുനിന്നു. അവിടെ സിനിമ അവസാനിക്കുന്നു. ചിത്രം പുറമേക്ക് നോക്കുമ്പോൾ അഡോൾഫ് ഹിറ്റ്ലറിനെയും ഫാസിസത്തെയും പരിഹസിക്കുന്ന രാഷ്ട്രീയ സറ്റയറാണ്. പക്ഷെ അതിന്റെ ഉള്ളിലുള്ള സന്ദേശം അതിലും വലുതാണ്. ചാപ്ലിൻ ഈ സിനിമയിലൂടെ പറഞ്ഞ കാര്യങ്ങൾ പ്രധാനമായും ഇവയായിരുന്നു. ഏകാധിപതികൾ ജനങ്ങളുടെ ഭയത്തെ ഉപയോഗിച്ചാണ് അധികാരം പിടിക്കുന്നത്. അന്തദേശീയതയും വെറുപ്പും മനുഷ്യരെ ക്രൂരന്മാരാക്കുന്നു. സാധാരണ മനുഷ്യർക്കാണ് യഥാർത്ഥ മനുഷ്യത്വമുള്ളത്. മനുഷ്യൻ അധികാരത്തെക്കാളും വെറുപ്പിനേക്കാളും വലിയവനാണ് എന്ന ആശയം പ്രചരിപ്പിക്കുന്ന ചിത്രമാണ് ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ. 1952 ചാപ്ലിൻ സംവിധാനം ചെയ്ത് പുറത്തിറക്കിയ ലൈംലൈറ്റ് എന്ന ചിത്രം അന്നത്തെ ഏറ്റവും ജനപ്രീതി നേടിയ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു. ഒരു പഴയ കോമഡി കലാകാരന്റെ ഒറ്റപ്പെട്ട ജീവിതം പറഞ്ഞ ഈ ചിത്രം തികച്ചും ആത്മകഥാപരമായിരുന്നു. ലണ്ടൻ നഗരത്തിലെ പഴയ തെരുവുകളിലാണ് കഥ തുടങ്ങുന്നത്. ഒരു കാലത്ത് വേദിയെ വിറപ്പിച്ചിരുന്ന പ്രശസ്ത കോമഡി കലാകാരൻ കല്ലുറ, അതായത് ചാർലി ചാപ്ലിൻ അവതരിപ്പിച്ച കഥാപാത്രം ഇപ്പോൾ പ്രായം കയറിയതോടെ തന്റെ പ്രഭാവം നഷ്ടപ്പെട്ട് അസ്വസ്ഥനായിരിക്കുന്നു. ഒരിക്കൽ കയ്യടികൾ നിറഞ്ഞിരുന്ന സ്റ്റേജുകൾ ഇന്ന് ശൂന്യമാണ്. ജോലി കിട്ടാതെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് അവൻ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്നു. ഒരു ദിവസം തന്റെ താമസ സ്ഥലത്ത് ഒരു ദുർഘട സാഹചര്യത്തിൽ നിന്ന് അവൻ ഒരു യുവ ബാലെ നർത്തകിയായ തെരേസയെ രക്ഷിക്കുന്നു. അവൾ ആത്മഹത്യക്ക് ശ്രമിച്ച നിലയിലാണ്. ഡോക്ടർമാർ പറയുന്നത് അവളുടെ ശരീരം ക്ഷീണിച്ചിരിക്കുകയാണ്. നടക്കാനുള്ള ശേഷി പോലും അവൾക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കല്ലൂറ അവളെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു, പരിചരിക്കുന്നു. അവളുടെ മനസ്സ് ദുർബലമായിരുന്നു. ജീവിതത്തിൽ വിശ്വാസം തീരെയില്ല. പക്ഷെ കല്ലൂറ അവളെ പ്രോത്സാഹിപ്പിക്കുന്നു. ചെറിയ തമാശകൾ പറഞ്ഞ് ചിരിപ്പിക്കുന്നു, സംഗീതം കേൾപ്പിക്കുന്നു. ജീവിതത്തിന്റെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ അവൾക്ക് തിരിച്ചു നൽകുന്നു. പതുക്കെ അവൾക്ക് നടക്കാൻ കഴിയുന്നു. ആത്മവിശ്വാസം തിരികെ വരുന്നു. അവൾ വീണ്ടും ബാലെ പരിശീലനത്തിലേക്ക് മടങ്ങുന്നു. നഗരത്തിലെ നൃത്തവേദികളിൽ അവളുടെ കഴിവുകൾ ശ്രദ്ധിക്കപ്പെടുന്നു. അവളുടെ ജീവിതം ഉയരാൻ തുടങ്ങുന്നു. അവൾ ഒരു യുവ സംഗീതജ്ഞനുമായി ബന്ധത്തിലാകുന്നു. അവളുടെ ലോകം മാറുന്നു. പുതിയ സ്വപ്നങ്ങൾ, പുതിയ ജീവിതം. കല്ലൂറയ്ക്ക് സന്തോഷമുണ്ട്, പക്ഷെ അതിനൊപ്പം ഒരു മൗനവേദനയുമുണ്ട്. അവൻ അവളുടെ ജീവിതത്തിൽ ഒരു അധ്യായം മാത്രമായിരുന്നെന്ന് അവൻ തിരിച്ചറിയുന്നു. ഇതിനിടെ കല്ലൂറ വീണ്ടും തന്റെ പഴയ ജോലികൾ ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ പ്രായം അവനെ തടസ്സപ്പെടുത്തുന്നുണ്ട്. സ്റ്റേജിൽ അവൻ അവതരിപ്പിക്കുന്ന കോമഡികൾക്ക് പഴയതുപോലെ പ്രതികരണം ലഭിക്കുന്നില്ല. അവൻ വളരെയധികം നിരാശപ്പെട്ടാണ് ജീവിതം നീക്കുന്നത്. ഒരു ദിവസം അവൻ തന്റെ പഴയ സഹപ്രവർത്തകനായ കലാകാരൻ നെറ്റുമായി വീണ്ടും കൂട്ടിക്കാഴ്ച നടത്തുന്നു. ഇരുവരും ഒരിക്കൽ സ്റ്റേജിന്റെ രാജാക്കന്മാരായിരുന്നു. ഇപ്പോൾ നല്ല പ്രകടനം നടത്താനാവാതെ മാനസികമായി തകർന്നവരാണ്. അവർ ഒരുമിച്ച് ഒരു ചെറിയ കോമഡി പ്രകടനം നടത്തുന്നു. പഴയ സ്ലാപ്സ്റ്റിക് ഹാസ്യവും ശരീരഭാഷയും ഉപയോഗിച്ച് അവർ വീണ്ടും ജനങ്ങളെ ചിരിപ്പിക്കുന്നു. ഒരു നിമിഷം പഴയ മഹത്വം തിരിച്ചു വരുന്നു. പക്ഷെ ആ ചിരിയുടെ പിന്നിൽ ഒരു സത്യമുണ്ട്. സമയം ആരെയും കാത്തു നിൽക്കുന്നില്ല. ഇനിയും നന്നായി പ്രകടനം നടത്താൻ സാധിക്കും എന്ന് ഉറപ്പുമില്ല. അവസാനം കല്ലോറ സ്റ്റേജിൽ നിന്ന് മാറി നിൽക്കുന്നു. അവൻ മനസ്സിലാക്കുന്നു തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം പ്രശസ്തിയല്ല, മറിച്ച് മറ്റൊരാളുടെ ജീവിതത്തിൽ പ്രതീക്ഷ നൽകിയത് തന്നെയായിരുന്നു. അവൻ തെരേസയെ ദൂരെ നിന്ന് കാണുന്നു. അവൾ ഇപ്പോൾ വിജയത്തിന്റെ പാതയിലാണ്. അവൾ മൗനമായി പുഞ്ചിരിക്കുന്നു. അവനും. പിന്നെ അവൻ ഒറ്റയ്ക്ക് നടന്നു നീങ്ങുന്നു. സിനിമയുടെ അവസാന ഭാഗം വളരെ ദുഃഖകരമായെങ്കിലും അതിൽ ഒരു പ്രത്യാശയുണ്ട്. കല്ലോറ ഇല്ലാതാകുമ്പോഴും ടെറിയുടെ കലയും ജീവിതവും മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് ഒരു മനുഷ്യൻ അവസാനിച്ചാലും അവൻ നൽകിയ സ്നേഹവും കലയും തുടരുന്നു. അതാണ് ഈ ചിത്രത്തിന്റെ ഏറ്റവും ആഴത്തിലുള്ള സന്ദേശം. 1957 ചാപ്ലിൻ സംവിധാനം ചെയ്ത മറ്റൊരു പ്രശസ്ത സിനിമയാണ് എ കിങ് ഇൻ ന്യൂയോർക്ക്.
രാജ്യം നഷ്ടപ്പെട്ട രാജാവ് ഷാഡോ അമേരിക്കയിലെ ന്യൂയോർക്കിലേക്ക് അഭയം തേടിയെത്തുന്നു. പണവും മാന്യതയും ഇല്ലാതെ അദ്ദേഹം ടെലിവിഷൻ പരസ്യങ്ങളിലും പൊതുപരിപാടികളിലും പങ്കെടുക്കാൻ തുടങ്ങുന്നു. എന്നാൽ അവിടെ രാഷ്ട്രീയ ഭീതിയും സംശയങ്ങളും നിറഞ്ഞ ഒരു സമൂഹമാണ് അദ്ദേഹം കാണുന്നത്. ഒരു ദിവസം ബുദ്ധിയുള്ള ഒരു ചെറിയ ബാലനുമായി അദ്ദേഹം സുഹൃത്താകുന്നു. ആ ബാലന്റെ കുടുംബം കമ്മ്യൂണിസ്റ്റ് ബന്ധമുണ്ടെന്ന സംശയത്തിൽ സർക്കാർ അന്വേഷണത്തിന് കീഴിലായിരുന്നു. പിന്നീട് രാജാവിനെയും രാഷ്ട്രീയ അന്വേഷണ സമിതിക്ക് മുന്നിൽ നിർത്തുന്നു. അവസാനം അധികാരവും മാധ്യമ പ്രചരണവും ഭയവും മനുഷ്യരെ എങ്ങനെ അപമാനിക്കുന്നു എന്ന് മനസ്സിലാക്കിയ രാജാവ് നിരാശയോടെ അമേരിക്ക വിടുന്നു. സിനിമ സമൂഹത്തോട് പറയുന്ന പ്രധാന സന്ദേശം ഭയം നിറഞ്ഞ രാഷ്ട്രീയം മനുഷ്യരുടെ സ്വാതന്ത്ര്യവും വ്യക്തിത്വവും ഇല്ലാതാക്കും. മാധ്യമങ്ങളും രാഷ്ട്രീയവും ചേർന്ന് മനുഷ്യരെ നിയന്ത്രിക്കുമ്പോൾ ജനാധിപത്യത്തിന്റെ ആത്മാവ് തന്നെ അപകടത്തിലാവും. ഇതിലൊരു വ്യക്തിപരമായ വേദനയും ഉണ്ടായിരുന്നു. കാരണം ചാർലി ചാപ്ലിൻ തന്നെയും അമേരിക്കയിൽ കമ്മ്യൂണിസ്റ്റ് അനുകൂലി എന്ന സംശയത്തിൽ കടുത്ത വിമർശനങ്ങൾ നേരിട്ടിരുന്നു. അതിനാൽ ഈ സിനിമ അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവങ്ങളോടുള്ള മറുപടി പോലെയും കാണപ്പെടുന്നു. ഏകാധിപതിയായിരുന്ന ഹിറ്റ്ലർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിനെതിരെ രാഷ്ട്രീയ ആക്ഷേപഹാസ്യം ചൊരിഞ്ഞ ചാർലി ചാപ്ലിന് അമേരിക്കൻ ഭരണകൂടത്തെ എന്ത് പേടിക്കാനാണ്? അത്രയ്ക്ക് ധൈര്യശാലിയും മഹാനായ കലാകാരനുമായിരുന്നു ചാർലി ചാപ്ലിൻ എന്ന് നിസ്സംശയം പറയാം. ചാപ്ലിന്റെ സിനിമകൾ ഒരുപാടുണ്ട് പഠിക്കാൻ. അദ്ദേഹം ഏറ്റവും അവസാനം സംവിധാനം ചെയ്ത സിനിമയെ കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. മർലോൺ ബ്രാൻഡോ, സോഫിയ ലോറൻ തുടങ്ങിയവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ച 1967 പുറത്തിറങ്ങിയ കൗണ്ടസ് ഫ്രം ഹോങ്കോങ് എന്ന ചിത്രമായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന ചിത്രം. ചാപ്ലിൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അദ്ദേഹം ചെറിയൊരു വേഷത്തിൽ മാത്രമാണ് അഭിനയിച്ചത്. എന്നാൽ ചാപ്ലിന്റെ മകൻ സിഡ്നി ചാപ്ലിൻ പ്രധാന വേഷത്തിൽ ഉണ്ടായിരുന്നതാനും. ഹോങ്കോങ്ങിലെ ഒരു ആഡംബര വിരുന്നിലാണ് കഥ തുടങ്ങുന്നത്. അവിടെ നതാഷ എന്ന യുവതി സമ്പന്നരോടൊപ്പം സമയം ചെലവഴിക്കുന്ന ഒരു സ്ത്രീയാണ്. എന്നാൽ അതൊരു സന്തോഷ ജീവിതമല്ല. ദാരിദ്ര്യവും അഭയാർത്ഥിയായ അവസ്ഥയിൽ അവൾ ആ ജീവിതത്തിലേക്ക് എത്തിപ്പെട്ടതാണ്. അമേരിക്കയിൽ എത്തിയാൽ പുതിയൊരു ജീവിതം തുടങ്ങണമെന്നാണ് അവൾ ആഗ്രഹിക്കുന്നത്. അതേസമയം അമേരിക്കൻ രാഷ്ട്രീയ ലോകത്തിൽ ഉയർന്ന സ്ഥാനമുള്ള ഓഡ്വൻ മിയേഴ്സ് ഒരു കപ്പലിൽ അമേരിക്കയിലേക്ക് മടങ്ങുകയാണ്. അദ്ദേഹം വളരെ നിയന്ത്രിതനും മാന്യതയുള്ളവനുമാണ്. വിവാഹ നിശ്ചയവും കഴിഞ്ഞിട്ടുണ്ട്. കപ്പൽ യാത്രയ്ക്കിടെ ഒരു രാത്രി ഓഡ്വൻ തന്റെ കാബിനിൽ എത്തിയപ്പോൾ അകത്ത് ഒളിച്ചിരിക്കുന്ന നതാഷയെ കാണുന്നു. അമേരിക്കയിൽ എത്താൻ വിസ ഇല്ലാത്തതിനാൽ അവൾ രഹസ്യമായി കപ്പലിൽ കയറി കൂടിയതാണ്. ആദ്യം ഓഗ്ഡൻ അത് കോപിക്കുന്നു. എന്നാൽ അവളുടെ ദുഃഖകരമായ ജീവിത കഥ കേട്ടപ്പോൾ അവളോട് സഹതാപം തോന്നുന്നു. അതിനുശേഷം കപ്പലിൽ പല രസകരമായ സംഭവങ്ങളും നടക്കുന്നു. നതാഷയെ മറ്റുള്ളവരിൽ നിന്ന് ഒളിപ്പിക്കാൻ ഓഗ്ഡൻ ശ്രമിക്കുന്നു. ക്യാബിനിലേക്ക് ആളുകൾ വരുമ്പോൾ അവൾ കിടക്കയ്ക്കടിയിലോ മറവിടങ്ങളിലോ ഒളിക്കുന്നു. ഇരുവരും തമ്മിൽ ചെറുതായി തർക്കങ്ങളും തമാശകളും ഉണ്ടാകുന്നു. ഈ യാത്രക്കിടെ വളരെ വ്യത്യസ്ത ലോകങ്ങളിൽ നിന്നുള്ള ഇവർ തമ്മിൽ ഒരു അടുപ്പം വളരുന്നു. ആദ്യം വെറും സഹതാപമായിരുന്ന വികാരം പിന്നീട് സ്നേഹത്തിലേക്ക് വഴിമാറുന്നു. നതാഷയുടെ സ്വാഭാവികതയും ജീവിക്കാനുള്ള ആഗ്രഹവും ഓഗ്ഡനെ ആകർഷിക്കുന്നു. അതേസമയം ഓഗ്ഡന്റെ മാന്യതയും കരുതലും നതാഷയെ സ്വാധീനിക്കുന്നു. പക്ഷെ പ്രശ്നങ്ങൾ കൂടുന്നു. ഓഗ്ഡന് സാമൂഹിക ബാധ്യതകളും രാഷ്ട്രീയ ജീവിതവുമുണ്ട്. നതാഷയുടെ ഭൂതകാലം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഭീഷണിയാകാം. കൂടാതെ അദ്ദേഹത്തിന്റെ വിവാഹ നിശ്ചയവും പ്രശ്നമാകുന്നു. കപ്പൽ അമേരിക്കയിൽ എത്തുമ്പോൾ ഇരുവരും വേർപിരിയേണ്ട അവസ്ഥയിലാകുന്നു. എന്നാൽ അവസാനത്തിൽ ഓഗ്ഡൻ തന്റെ ഔപചാരിക ജീവിതത്തെക്കാൾ യഥാർത്ഥ സ്നേഹമാണ് പ്രധാനമെന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹം നതാഷയെ തിരഞ്ഞെടുക്കുകയും അവർ ഒരുമിക്കുകയും ചെയ്യുന്നു. സിനിമയുടെ ഭാവം മുഴുവൻ പഴയ ഹോളിവുഡ് റൊമാന്റിക് കോമഡികളുടെ ശൈലിയിലാണ്. ആഡംബര കപ്പൽ, തമാശപരമായ തെറ്റിദ്ധാരണകൾ, വികാരപരമായ സംഭാഷണങ്ങൾ, ഒടുവിൽ സ്നേഹത്തിന്റെ വിജയം. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം പ്രേക്ഷകർക്കും സിനിമ അത്രയ്ക്ക് അങ്ങ് രസിച്ചില്ല. അതുകൊണ്ട് തന്നെ ഒരു വലിയ വിജയമാകാതെ പോയ ചാർലി ചാപ്ലിന്റെ അവസാന സിനിമയായി എ കൗണ്ടസ് ഫ്രം ഹോങ്കോങ് മാറുന്നു. 70ഓളം സിനിമകൾ സംവിധാനം ചെയ്ത ചാപ്ലിന്റെ സിനിമാ ജീവിതത്തിൽ വളരെ അപൂർവമായി സംഭവിച്ച ഒരു പരാജയം. അവസാന സിനിമയായ എ കൗണ്ടസ് ഫ്രം ഹോങ്കോങ് പുറത്തിറങ്ങിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ജീവിതം ശാന്തവും ഏകാന്തവുമായ ഒരു ഘട്ടത്തിലേക്ക് കടന്നു. അദ്ദേഹം സ്വിറ്റ്സർലൻഡിലെ വീട്ടിൽ കുടുംബത്തോടൊപ്പം താമസിച്ചു. ഭാര്യ ഊന നീലും മക്കളും കൂടെ ഉണ്ടായിരുന്നു. സിനിമാ നിർമ്മാണത്തിൽ നിന്ന് ഏറെ അകന്നെങ്കിലും ലോകം മുഴുവൻ അദ്ദേഹത്തെ വീണ്ടും മഹാനായ കലാകാരനായി ആദരിക്കാൻ തുടങ്ങി. 1972 അമേരിക്കൻ സിനിമാ ലോകം അദ്ദേഹത്തെ വീണ്ടും ആദരിച്ചു. അന്ന് അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസ് അദ്ദേഹത്തിന് ഹോണററി ഓസ്കാർ നൽകി. വർഷങ്ങളായി അമേരിക്ക വിട്ടു നിന്നിരുന്ന ചാപ്ലിൻ ആ ചടങ്ങിനായി അമേരിക്കയിൽ എത്തിയപ്പോൾ പ്രേക്ഷകർ ഏകദേശം 12 മിനിറ്റ് നീണ്ടു നിന്ന കയ്യടിയോടെ അദ്ദേഹത്തെ വരവേറ്റു. ഓസ്കാർ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സ്റ്റാൻഡിംഗ് ഒവേഷനുകളിൽ ഒന്നായി അതും കണക്കാക്കപ്പെടുന്നു. ഓണററി അക്കാദമി അവാർഡ്, ഫ്രാൻസിന്റെ ലെഗിയോൺ ഓഫ് ഓണർ ബഹുമതി, ബ്രിട്ടനിൽ നിന്ന് നൈറ്റ്ഹുഡ് എന്നീ ബഹുമതികൾ, കൂടാതെ 1975 ക്യൂൻ എലിസബത്ത് II അദ്ദേഹത്തെ സർ ചാർലി ചാപ്ലിൻ ആയി ആദരിച്ചു. ലോക സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള കലാകാരന്മാരിൽ ഒരാളായി
അനവധി രാജ്യങ്ങൾ അദ്ദേഹത്തെ ആദരിച്ചു. അവസാന വർഷങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം അധികം പൊതുപരിപാടികളിൽ പങ്കെടുത്തിരുന്നില്ല. 1977 ഡിസംബർ 25 ക്രിസ്മസ് ദിനത്തിൽ സ്വിറ്റ്സർലൻഡിലെ വീട്ടിൽ ഉറക്കത്തിനിടെയാണ് അദ്ദേഹം അന്തരിച്ചത്. അദ്ദേഹത്തിന് 88 വയസ്സായിരുന്നു. മരണത്തിന് ശേഷവും ഒരു വിചിത്ര സംഭവം ഉണ്ടായി. അദ്ദേഹത്തിന്റെ ശവപ്പെട്ടി ചിലർ മോഷ്ടിച്ച് പണം ആവശ്യപ്പെട്ടിരുന്നു. പിന്നീട് പോലീസ് അത് കണ്ടെത്തി വീണ്ടും സംസ്കരിച്ചു. ഇന്ന് ചാർലി ചാപ്ലിനെ വെറും കോമഡി നടനായി മാത്രമല്ല, മനുഷ്യാവബോധം, സാമൂഹിക വിമർശനം, നിശബ്ദ സിനിമയുടെ കവിതാപരമായ ഭാഷ എന്നിവയെ ലോക സിനിമയിൽ ഉയർത്തിയ മഹാനായ സംവിധായകനായും കാണുന്നു. മഴയത്ത് നടക്കാനാണ് എനിക്കിഷ്ടം, കാരണം എന്റെ കണ്ണുനീർ ആരും കാണുകയില്ലല്ലോ എന്ന പ്രശസ്തമായ ചാപ്ലിൻ പറഞ്ഞ വാക്കുകൾ യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞതാണോ എന്നറിയില്ല. കാരണം ആധികാരികമായി അതിന് ഉറപ്പില്ല. എങ്കിലും ആ വാചകത്തിന്റെ ഭാവം ചാപ്ലിന്റെ സിനിമകളുമായി വളരെ ഒത്തുപോകുന്നു. കാരണം അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ പലപ്പോഴും പുറമേക്ക് ആളുകളെ ചിരിപ്പിച്ചാലും ഉള്ളിൽ ദുഃഖവും ഏകാന്തതയും വഹിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ലൈം ലൈറ്റ്, സിറ്റി ലൈറ്റ്സ് പോലുള്ള ചിത്രങ്ങളിൽ അനശ്വരനായ ആ കലാപ്രതിഭയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ.